അപ്പൊ അവിടെ വെച്ച് റഷ്യക്കാരനെ പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ് ഗുർജീഫ് എൻലൈറ്റൻ മാസ്റ്റർ അല്ല എന്നാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം അതിനെതിരായിട്ട് സംസാരിച്ചില്ല. പിന്നെ കുറെ ആൾക്ക് ശേഷം ഗുർജീഫിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് ലൈഫ് ഈസ് റിയൽ ഓൺലി ദെൻ വെൻ ഐ ആം. അതുകൊണ്ട് പറയട്ടെ, ലൈഫ് ഈസ് റിയൽ ഓൺലി ദെൻ വെൻ ഐ ആം. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയത് റഷ്യക്കാരൻ പറഞ്ഞത് തെറ്റാണ്. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു ലേറ്റൻ മാസ്റ്റർ അല്ലാതെ വേറെ കൊടുക്കാൻ പറ്റുമോ? ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ആ ഒരൊറ്റ വാക്കിൽ ഒളിച്ചു വച്ചിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് ലൈഫ് റിയലാണ് എന്ന് സംസാരിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. ലൈഫിനെ റിയാലിറ്റിയായിട്ട് വളരെയധികം ബന്ധമാണുള്ളത്, ലൈഫ് ഒരു സ്വപ്നമല്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതെപ്പോഴാണ് ആ അല്ലാതാകുന്നത് എന്ന് ചോദിച്ചാൽ, സ്വപ്നമാണ് എന്ന രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജാഗ്രത അവസ്ഥയിലാണ്. ഈ ജാഗ്രത അവസ്ഥ ഒരു മഹാസ്വപ്നമാണ്. അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ പോണില്ല. അപ്പോൾ അത്തരത്തിലൊരു സ്വപ്നം അല്ലാതാവുന്നത് നമ്മളിവിടെ പ്രസൻ്റ് ആയിരിക്കുമ്പോഴാണ്. വെൻ ഐ ആം, എൻ്റെ സാന്നിധ്യം പൂർണ്ണമായിട്ട് ഞാൻ തന്നെ അതിനകത്ത് ഇരിക്കുന്ന സമയത്താണ് ലൈഫ് റിയലാകുന്നത്. അതുവരെ ലൈഫ് സ്വപ്നമാണ്. അപ്പോൾ ലൈഫ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ ലൈഫ് റിയലാണ്, ലൈഫ് പോലുള്ള പ്രധാനമായ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ വാസ്തവത്തിൽ അത് മനസ്സിലാക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആരെങ്കിലും അവനവൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ ലൈഫ് റിയലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുവരെ ലൈഫിനെ കുറിച്ചൊരു തെറ്റായ ധാരണയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ ശാസ്ത്രക്കാർക്കും അത് പറ്റാറുണ്ട്, എല്ലാ സംഹിതക്കാർക്കും അത് പറ്റാറുണ്ട്. അതല്ലാതെ ഞാൻ സത്യമായി കഴിയുമ്പോൾ, എനിക്ക് അനുഭവമുള്ളൊരു സത്യമായി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ജീവിതം സത്യമാണ്. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ എല്ലാ സമയത്തും ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ നിത്യനാണ് എന്ന് എനിക്ക് അനുഭവപ്പെടുമ്പോഴാണ് ജീവിതത്തിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുന്നത്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ദിവസങ്ങളാണ് നമ്മുടെ ജീവിതം. നാളെ എന്നൊരു ദിവസം, ഉദാഹരണത്തിന് നാളെ എന്നൊരു ദിവസം എത്ര നേരമാണ് നിൽക്കുന്നത്? സത്യമായിട്ട് 24 മണിക്കൂർ പോലും ഇല്ല നമ്മുടെ കണ്ണിന് മുമ്പിൽ. 12 മണിക്കൂർ, 15 മണിക്കൂർ, 16 മണിക്കൂറൊക്കെ മാക്സിമം 10-17 മണിക്കൂർ ഉണർന്നിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ കിട്ടുമായിരിക്കും. ഇത്രയും സമയത്താണ് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമായിട്ട് നാളത്തെ ഡേറ്റ് വെച്ചുകൊണ്ട് ഒരു തീയതി, ഒരു ദിവസമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് അതങ്ങ് പോയി, അത് കയ്യിൽ നിന്ന് പോയി. നിത്യം നമ്മൾ ഈ പറഞ്ഞ പ്രക്രിയ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യമെന്ന് പറയുന്നത് ഇന്ന് മാത്രമാണ് എന്നിരിക്കൽ പോലും കഴിഞ്ഞ ഓർമ്മകളും ഇനി വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളും നിറച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വർത്തമാനകാലത്ത് നിൽക്കുന്നത്. ഈ വർത്തമാനകാലമാകട്ടെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. അത് നമ്മളെ വിട്ടങ്ങ് പോവുകയാണ്. നമ്മൾ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ, ട്രെയിൻ വിട്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ ധൃതിയിൽ അതിനകത്ത് കയറിപ്പറ്റുന്നത് പോലെ ആ ധൃതി വെച്ച് ഓടാൻ തയ്യാറായി നിൽക്കുന്ന ഇന്നിൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയാണെന്ന് ആലോചിച്ച് വേണം. നാളെ ഇപ്പോൾ ബന്ധാണെന്ന് പറയും, ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ വാങ്ങിച്ച് വയ്ക്കണം. എല്ലാവരും ധൃതിയിൽ ഓടില്ലേ? കടയടയ്ക്കുന്നതിന് മുമ്പ് എല്ലാം വാങ്ങിച്ച് കൂട്ടണം. ഇന്നിപ്പോൾ ഡിസ്കഷനോ മറ്റു കാര്യങ്ങളോ ഒന്നിനും പോകാൻ നമുക്ക് താല്പര്യമില്ല, സാധ്യമല്ല. ധൃതിയിലാണ്. കാരണം ഇന്ന് നമ്മളെ വിട്ടു പോവും താമസിക്കാതെ. അപ്പോൾ ഇത്രയ്ക്ക് തീർച്ചയില്ലാതെ ഒരു അവസ്ഥയിലാണ് നമ്മളെ കാലത്തെക്കുറിച്ച് പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായിക്കണം. അത്രയ്ക്ക് പോലും തീർച്ച ആ കാലത്തിനില്ല.
അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇതേപോലെ കഴിഞ്ഞു പോയ ഇന്നലെകളായിരുന്നു, അവിടെയൊക്കെ ഇന്നുണ്ടായിരുന്നു. നാളെ ഇതേപോലെ കടന്നു വരാനിരിക്കുന്ന ഇന്നുകളുണ്ട്, അതുമൊക്കെ ഓടിപ്പോവും. അത്രയ്ക്ക് പോലും നമുക്ക് സ്ഥിരതയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ഥിരത എപ്പോഴാണ് നമുക്ക് സാധ്യമാവുന്നത്? ഈ ത്രികാലജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ്. 3 കാലങ്ങളും നമ്മളിത് സംസാരിച്ചു കഴിഞ്ഞു. 3 കാലങ്ങളും ഏകകാലത്തിൽ അനുഭവിക്കാനുള്ള ഒരു വീക്ഷണം, വ്യാപ്തി, വിശാലമായിരിക്കുന്ന വീക്ഷണം സിദ്ധമാകുന്നത് വരെ നമുക്കിതൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു വശത്ത് നിൽക്കുന്നു, ട്രെയിൻ നീങ്ങി തുടങ്ങി, നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ മറ്റൊരു വശത്താണ് നിൽക്കുന്നതെങ്കിൽ ട്രെയിൻ ആ പ്ലാറ്റ്ഫോം വിട്ടിട്ടില്ല എന്ന് പറയാം. നമ്മൾ നിന്ന ഭാഗത്ത് നിന്ന് നമ്മൾ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്ന് മറ്റൊരു സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ ട്രെയിൻ വിട്ടിട്ടില്ല, അവിടെ തന്നെ മാറ്റി നിർത്തി ആരോ ചെയിൻ വലിച്ചു എന്ന് വിചാരിച്ചോളൂ. അപ്പം നമ്മുടെ മുമ്പിൽ ആ ട്രെയിൻ യാഥാർത്ഥ്യമായിട്ട് തന്നെ നിൽക്കുന്നു. ത്രികാലജ്ഞാനമുള്ള ത്രികാല ദർശന സാധ്യതയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതുപോലെയാണ്. അവൻ ആ കാലത്തിൻ്റെ നൈരന്തര്യത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ലീനിയറായിട്ട് സഞ്ചരിക്കുന്നു. ഒരു പ്ലാറ്റ്ഫോമിലൂടെ സഞ്ചരിക്കുന്ന ലാഘവത്തോടുകൂടി, അതിനെക്കുറിച്ച് ആയാസം വേണം, ഇത് അതുപോലും വേണ്ട. അവൻ ആ കാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവനായതുകൊണ്ട് ഈ കാലത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ഭാവങ്ങളെ അവൻ കാണുന്നില്ല. അവൻ എല്ലാത്തിനെയും ഇന്നായിട്ട് കാണും. അങ്ങനെ ഇന്നായിട്ട് കാണുന്നതാണ് വെൻ ഐ ആം എന്ന് പറയുന്നത്. വെൻ ഐ ആം റിയലി പ്രസൻറ്റ് ഇൻ മൈസെൽഫ്, ഞാൻ എന്നിൽ യഥാർത്ഥമായിട്ട് സന്നിഹിതനായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈ ത്രികാലജ്ഞാനം നേടുകയാണ്. അപ്പോൾ എനിക്ക് നാളെയും ഇന്നും ഇന്നലെയും ഒക്കെ ഒന്ന് തന്നെയാണ്. വ്യാവഹാരികമായിട്ട് ആൾക്കാർ, ചുറ്റുമുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന പേരുകൾ വെച്ച് അവയൊക്കെ അങ്ങനെ തന്നെ വ്യവഹരിക്കുമായിരിക്കും. എന്നാൽ പോലും ബോധത്തിൽ, ആന്തരികമായ ബോധത്തിൽ ഇത് 3 ഒന്നായിട്ട് തന്നെ. ആന്തരികമായ ബോധത്തിൽ പരസ്യമായി സംസാരിക്കുന്നിടത്ത് പോലും ചില ബുദ്ധന്മാർ എനിക്ക് അറിയാം, നാളെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ പോലെ പറയുമായിരുന്നു. കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നാം എന്ത് വിചാരിക്കും? ഇതെന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു എന്ന് വിചാരിക്കും. ഈ ശൈവസിദ്ധന്മാർ, ഇവിടെ കേരളത്തിൽ, തമിഴ്നാട്ടിലുണ്ടാകുന്ന ശൈവസിദ്ധന്മാർ, അവരുടെ ഗ്രന്ഥങ്ങളുണ്ട്, എല്ലാം പ്രവചനങ്ങളാണ്, മിക്കവാറും പ്രവചനങ്ങളാണ്. ഈ പ്രവചനങ്ങളെല്ലാം ഓരോന്നായിട്ട് ഉദാഹരിച്ച് പറയാൻ പറ്റില്ല, പറയാനുള്ള സൗകര്യവുമില്ല. അവയെല്ലാം തന്നെയും പ്രസൻറ്റിൽ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു രീതിയിലുള്ള ഒരു സംഭവത്തെ ഞാൻ കാണുന്നു, അവിടെ ഈ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത ആൾക്കാരെ ഞാൻ കാണുന്നു, ഈ രീതിയിലുള്ളൊരു അപകടം ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ വർത്തമാനകാലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ കാണുന്നു എന്ന് പറഞ്ഞ് പ്രസൻ്റായിട്ട് തന്നെ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സൂഫി സാഹിത്യകാരൻ, അത് ഈ അരുൾമൊഴിയല്ലോ, തക്കല പീർ മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ തിരുപ്പുകഴ്ച തർജ്ജമ ചെയ്ത സാറുണ്ടല്ലോ, ഷാഹുൽ ഹമീദ് സാറ് ഇത്തരത്തിലുള്ള ചില ഗ്രന്ഥങ്ങളെക്കുറിച്ച് പാടി കേൾപ്പിക്കാറുണ്ട് തമിഴിൽ. അതുപോലെ തന്നെ ഈ സിദ്ധ വൈദ്യന്മാരായിട്ടുള്ള ആൾക്കാരിൽ പലരും ആധാര ഗ്രന്ഥമായിട്ട് ഉപയോഗിച്ച് വരുന്ന പല ഗ്രന്ഥങ്ങളും
ഇതുപോലുള്ള പ്രൊഫസികൾ ചേർന്നതാണ്. അവയിലൊക്കെ പ്രവചനങ്ങൾ നടക്കുന്നു, നാളത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സാധ്യമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരന്നും ഇന്നും നാളെയും മറ്റന്നാളും ഇന്നലെയും ഒക്കെ ഒരുമിച്ചാണ് കാണുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ചാക്രികമായിരിക്കുന്ന കാലത്തെ രേഖീയമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ അവർക്കൊരു ദീർഘവീക്ഷണം സിദ്ധമാകുന്നു എന്നർത്ഥം. അവിടെയാണ് അയാം എന്ന് പറയാൻ പറ്റുക. അപ്പോൾ എക്സ്പീരിയൻസ് ഓഫ് മൈ പ്രസൻസ് ഇൻ മീ എന്ന് പറയുന്നത് ട്രാവലിംഗ് ബിയോണ്ട് ദി ലിമിറ്റ്സ് ഓഫ് ടൈമാണ്. സമയത്തിനെ അതിക്രമിച്ചുകൊണ്ടുള്ള നമ്മുടെ സഞ്ചാരം കൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മളിൽ ഞാൻ എന്ന് പറയുന്ന ബോധത്തിൽ സ്ഥിരമായി നിൽക്കുന്നു എന്ന അനുഭവം ആദ്യമായി വരുന്നത്. സോ യു ആർ ദെയർ വെൻ യു ഫീൽ ദാറ്റ് യു ആർ. അപ്പം ഞാൻ എവിടെയുണ്ട്, അവിടെ ഉള്ളിടത്ത് മറ്റൊന്നും പാസ് ചെയ്ത് പോകുന്നില്ല. ഞാനെവിടെ നിൽക്കുന്നുവോ അവിടെ ഞാനിവിടെയുണ്ട്. അതിൽ കൂടി പാസ് ചെയ്ത് പോകാനൊന്നുമില്ല. ആ പ്രസൻസിൻ്റെ ബോധമാണ് സമയം കടന്നു പോകുന്നു എന്നുള്ള ഭയമോ ധൃതിയോ ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്നത്. ഇത് ബുദ്ധന്മാരുമായിട്ട് ഇടപഴകുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. രമണ മഹർഷിയുടെയൊക്കെ കഥകൾ ഇനി വരുമ്പോൾ ഈ കൂടുതലായിട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ള കാര്യം. അവരുമായിട്ട് ഇടപഴകാൻ പറ്റാതിരിക്കുന്നത് കൊണ്ട് ബുദ്ധന്മാരെന്ത് ചെയ്യുന്നു വെച്ചാൽ, വ്യാവഹാരികമായിരിക്കുന്ന രീതിയിലേക്ക്, ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ രീതിയിലേക്ക് അവരുടെ സമയം അഡോപ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും വിചാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്നറിയാം, ആവശ്യത്തിൽ കവിഞ്ഞ ധൃതിയായിരിക്കും അവർ കാണിക്കുക. നമ്മളെന്താണ് വിചാരിച്ചു വച്ചിരിക്കുന്നത്? ത്രികാലജ്ഞാനികളായിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ത്രികാല ബോധമുള്ളതുകൊണ്ട്, കാലത്തെ ഒന്നായി കണ്ടുകൊണ്ടുള്ള ബോധമുള്ളതുകൊണ്ട് അവർ സാധാരണ ക്ഷമയുള്ളവരും അലസന്മാരുമായിരിക്കും എന്നുള്ളതാണല്ലോ നമ്മുടെ ധാരണ. അലസന്മാരെന്ന് പറയാൻ കാര്യം എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്ത്യയിലെ അലസതയ്ക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും വീണ്ടും സമയങ്ങളുണ്ടെന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടാണ്. ഇപ്പം ശരിയായില്ലെങ്കിൽ പിന്നെ അടുത്ത ജന്മമെങ്കിലും ശരിയാക്കിക്കൊള്ളാമെന്നൊരു തോന്നലുണ്ട്. സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപൂർവം അത്തരം കാര്യങ്ങൾ മാറ്റിവെക്കപ്പെട്ടു. അതുകൊണ്ട് ഉള്ള സമയത്തിനകത്ത് പരമാവധി ജീവിച്ചു തീർക്കുക എന്നുള്ള ധൃതിയിലാണ്. അതാണ് ജീവിതം വേഗതയിലാകുന്നത്. നമ്മുടെയും ജീവിതം വേഗതയിലായി തുടങ്ങി. അങ്ങനെ വേഗതയിലായിരിക്കുന്നത് കൊണ്ടാണ് ലോക്ക്ഡൗൺ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ലോക്ക്ഡൗൺ വരുമ്പോൾ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക നമ്മുടെ ജീവിതം വേഗതയിലായിരുന്നു. കാരണം നമുക്ക് ആ വേഗതയിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആ വേഗത ഇല്ലാതിരുന്ന് ഇവിടെ സമയത്തെക്കുറിച്ച് വലിയ ചിന്തയൊന്നുമില്ലായിരുന്നു. കാലഗണനയും പഞ്ചാംഗവും ജ്യോതിഷവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നിരിക്കാം ഇവിടെ. പക്ഷേ സമയം കണ്ടുപിടിക്കാനുള്ളൊരു യന്ത്രമോ അത്തരത്തിലുള്ള ഒരു സൺഡയൽ പോലൊരു പണ്ടൊക്കെ പഴയ സംഗതികളാണല്ലോ സൺഡയൽ പോലുള്ള സംഗതി, മറ്റേ മണ്ണിട്ട് സമയം കണ്ടുപിടിക്കുന്ന രീതി, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നമ്മളിവിടെ കണ്ടുപിടിക്കാതിരുന്നു എന്നുള്ളതാണ്. കാരണം സമയത്തെക്കുറിച്ച് വലിയ ബോധവാന്മാരായിരുന്നില്ല. കാലത്തെ വലിയൊരു നമുക്ക് താങ്ങാൻ പറ്റാത്ത, നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ പ്രതിഭാസമായിട്ടങ്ങ് മുകളിലങ്ങ് ഇട്ടു. അതുകൊണ്ടാണ് ജ്യോതിഷ ഘടനകൾക്കുമെല്ലാം പലപ്പോഴും ദൈവികമായൊരു പരിവേഷം അതിനകത്ത് വന്നത്. നമുക്ക് താങ്ങാൻ പറ്റാത്തത് എന്ന് പറയുന്ന ഒരു ഗ്ലോറിഫിക്കേഷൻ അതിനകത്ത് വന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉയർന്ന തലത്തിലേക്ക് ഉയർത്തി വച്ചു. ഇത് കാരണം അലസത ഉണ്ടായിക്കൊണ്ടിരുന്നു. സമയം കിടപ്പുണ്ടല്ലോ, ശരിയാക്കാം എന്നുള്ള ധാരണയിൽ അലസതയുണ്ടായിരുന്നു. അത് സായിപ്പിനില്ല. അപ്പം ഞാൻ അതാണ് പറഞ്ഞത്, ഈ അലസത ചിലപ്പോൾ ഈ തരത്തിലുള്ള
ബുദ്ധന്മാരെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ സ്വയം ചുറ്റുമുള്ളവരുടെ സമയത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അവരുടെ വാച്ചെന്ന് പറയുന്നത് ഫിസിക്കൽ വാച്ചല്ല, ആ മെൻ്റൽ വാച്ച് ചുറ്റുമുള്ളവരുടെ സമയത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും അവരോടൊപ്പം നീങ്ങുകയും ചെയ്യും. അതിൻ്റെ ഫലമെന്ത്? സാധാരണ ചുറ്റും നിൽക്കുന്നവരെക്കാൾ ധൃതിയുള്ളവരായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കുക എന്നൊരു ധൃതി തന്നെ അവിടെ കാണാം. അത് എന്തുകൊണ്ട് അങ്ങനെ വച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ അവർ പ്രായോഗികമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തവരായി പോകും. ഇത് നമുക്ക് ബുദ്ധന്മാരുടെ ജീവിതങ്ങൾ സൂക്ഷിച്ച് പഠിക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അവർ അതിനതീതരാണ്, സംശയമില്ല. പക്ഷെ അവർ ഇൻ ഓർഡർ ടു ലീവ് ദ ലൈഫ് ഫുള്ളി, ജീവിതം പൂർണ്ണമായി ജീവിക്കുന്നതിന് വേണ്ടി ഈ പരിമിതിയിലേക്ക്, പുട്ടിങ് ദംസെൽഫ് ഇൻ ടു ദി ലിമിറ്റേഷൻ ഓഫ് മോർട്ടൽസ്, ഈ മനുഷ്യരുടെ ആ പരിമിതിയിലേക്ക് അവർ സ്വയം ഇറങ്ങി വന്ന് ആ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സമയത്തിൻ്റെ പരിമിതിയും കൂടെ അവർ ഉൾക്കൊള്ളും. അപ്പോൾ എപ്പോഴാണ് എൻ്റെ പ്രസൻസ് എനിക്ക് ബോധ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ക്യാൻ സീ വെൻ ഐ ക്യാൻ സീ ദ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ടുഗദർ. അപ്പോഴാണ് ഈ വെൻ ഐ ആം എന്ന് പറയുന്നത്. ദെൻ വെൻ ഐ ആം എന്ന് അദ്ദേഹം പറഞ്ഞതിന്, ഗുരുജീഫ് പറഞ്ഞതിന് കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ മാത്രമേ ലോകം സത്യമായിരിക്കുന്ന ഒന്നാണ്, റിയാലിറ്റിയാണെന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അതുവരെ ലോകം ഒരു സ്വപ്നമാണ്. എന്തുകൊണ്ട് ലോകം സ്വപ്നമായിരിക്കുന്നു എന്ന് തോന്നുന്നു? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ ഈ ഇന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറന്നു പോവുകയാണ്. പിന്നെ അതൊരു ഓർമ്മ മാത്രമാണ്. നാളെ എന്ന് പറയുന്നൊരു സ്വപ്നം പോലെ നിൽക്കുകയാണ്. അതിങ്ങനെ വന്ന് നമ്മളെ പാസ് ചെയ്ത് പോകുന്നു. നമുക്കതിൻ്റെ കൂടെ പോകാൻ സാധിക്കുന്നില്ല, നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. ഒരു ബുദ്ധൻ്റെ കയ്യിൽ ഈ ത്രികാലങ്ങളും നിൽക്കുന്നു എന്നാണ്. അവയിലൊക്കെ ഇടപെടാൻ സാധിക്കുന്ന രീതിയിൽ പുറകോട്ട് പോയി വരെ ഇടപെടാൻ സാധിക്കുന്ന മാനസികാവസ്ഥകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം, നാരായണ ഗുരുദേവൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന ആൾക്കാരെക്കുറിച്ച് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്ന, ക്വാണ്ടം തിയറിയിൽ പറയുന്ന ഒരു സംഭവമാണ് അവിടെ സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു രോഗിയുടെ പാസ്റ്റിലേക്ക്, ഒരു പാസ്റ്റിൽ സംഭവിച്ച ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ആ രോഗം അവിടെ അനുഭവിക്കുന്നത്. ആ രോഗത്തെ ആ പാസ്റ്റിലോട്ട് ചെന്ന് അവിടെ വച്ച് അതിനെ, ആ പാസ്റ്റിൻ്റെ കാർമിക് കോൺസിക്വൻസിനെ സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു വരിക എന്നുള്ളത്. അപ്പോൾ ഒന്ന് ഇവിടുന്ന് ഈ പറയുന്ന ശരീരത്തിനകത്ത് നിന്ന് മറ്റേ ശരീരത്തിനകത്തേക്ക് പോവുക എന്ന് പറയുന്ന ഒരു സ്പേഷ്യൽ ആക്ടിവിറ്റി മാത്രമല്ല. ആലോചിച്ചോണം, സ്പേസിനകത്ത് മാറുന്നു എന്നുള്ളത് മാത്രമല്ല, കാലത്തിൽ പുറകോട്ട് പോകും. കാലത്തിൽ പുറകോട്ട് പോയി ആ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിൽ ചെന്നിട്ട് തിരിച്ചു വരുന്നു. ഇത് എത്ര പേർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ത്രികാല ബോധം എന്ന് പറയുന്നത്. അതാണ് ഗുരുജീഫ് പറഞ്ഞത്, ലൈഫ് ഈസ് റിയാലിറ്റി ദെൻ വെൻ ഐ ആം. വെൻ ഐ ആം എന്ന് പറഞ്ഞാൽ it is a point of time where I am omnipresent. I was there yesterday, I am here today, I will be there tomorrow also. ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നിവിടെ ഉണ്ട്, നാളെയും ഉണ്ടാകും എന്ന് പറയുന്ന ഈ 3 കാലത്തെയും സാന്നിധ്യത്തെ എപ്പോഴാണോ എനിക്ക് പറയാൻ സാധിക്കുന്നത്, അപ്പോഴാണ് ഐ ആം എന്ന് പറയാൻ പറ്റുക.
അങ്ങനൊരു സാധ്യതയിൽ മാത്രമേ ജീവിതത്തിൻ്റെ റിയാലിറ്റിയിലേക്ക് നമുക്ക് എത്താൻ. അതൊരു ജീവിത റിയാലിറ്റി ആയിട്ടല്ല കാണുന്നത്. നാം എപ്പോൾ സ്ഥിരമാകുന്നു അപ്പോൾ നമ്മുടെ കാഴ്ചകളും ഭദ്രമാണ്. നമ്മൾ കാണുന്നതൊക്കെ സത്യമായിട്ട് തന്നെ സംഭവിക്കുന്നു. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് പോലും സത്യാവസ്ഥയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് നമ്മെക്കുറിച്ചുള്ള വിശ്വാസമാണ് ആദ്യം പ്രധാനമായിട്ടുണ്ടാകേണ്ടത്. ആ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഗുരുജി പറഞ്ഞത്,